എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രിപ്പാർട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കുട്ടിക്കാനത്ത് സ്ഥിതി ചെയ്യുന്ന വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ്. കോട്ടയം കുമളി സംസ്ഥാന പാതയിൽ മുറിഞ്ഞപുഴയിൽ നിന്ന് 1 കിലോമീറ്ററും കുട്ടിക്കാനത്ത് നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് പാഞ്ചാലിമേട്ടിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ പാഞ്ചാലിമേട്ടിലെത്തി. ഇവിടെ നിന്നാൽ നമുക്കൊരു അടിപൊളി വ്യൂ പോയിന്റ് കാണാം കേട്ടോ. KK റോഡിലെ മുറിഞ്ഞപുഴയിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ ദൂരെയാണ് പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്ത് നിന്നും വരുമ്പോൾ മുണ്ടക്കയം തെക്കേമല വഴിയും ഇവിടെ എത്തിച്ചേരാം. മുണ്ടക്കയത്ത് നിന്നും ഏകദേശം 15 കിലോമീറ്റർ ദൂരെയാണ് പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ എൻട്രൻസിൻ്റെ അവിടെ എത്തി. വളരെ മനോഹരമായ രീതിയിലാണ് അവർ എൻട്രൻസ് ഒക്കെ ചെയ്തേക്കുന്നത്. അങ്ങനെ ഞങ്ങളവിടെ ടിക്കറ്റ് കൗണ്ടറിലെത്തി. ഞങ്ങൾക്ക് 2 പേർ കൂടെ 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് അവർ മേടിച്ചത്. നമ്മളങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതിൻ്റെ വലത്തുഭാഗത്തായി ഒരു മനോഹര നിർമ്മിതി നമുക്ക് കാണാം. പിന്നെ എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് ഒക്കെ അവർ വളരെ മനോഹരമായ രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത് കേട്ടോ. ഈ നിർമ്മിതി ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതൊരു ക്ഷേത്രമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ക്ഷേത്രമല്ല. അതിനുള്ളിലൊരു കഫ്റ്റീരിയ ഉണ്ട്. നമുക്ക് ചായയും സ്നാക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കഫ്റ്റീരിയ അതിനുള്ളിലുണ്ട്. അവിടെ വെച്ച് നമ്മുടെ ചാനലിൻ്റെ 2 സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. അവരോടൊപ്പം ഒരു സെൽഫിയൊക്കെ ഞങ്ങളെടുത്തു. ഇൻ്റർലോക്ക് വിരിച്ചൊരു നല്ല മനോഹരമായ പാതയുണ്ട് കേട്ടോ. ഞങ്ങൾ പക്ഷേ ഇതിൻ്റെ സമീപത്തോടുള്ള ഒരു വഴിയിലൂടെയാണ് മുകളിലേക്ക് കയറിയത്. എന്നോടൊപ്പം ഉള്ളത് എൻ്റെ അനിയൻ മഞ്ജീഷാണ്. ഇവിടുത്തെ പ്രകൃതിയും ഇവിടുത്തെ കാറ്റും ഒക്കെ ആസ്വദിച്ച് കുറച്ച് സമയം നമുക്കിവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഐതിഹ്യമനുസരിച്ച് പാണ്ഡവർ ഈ സ്ഥലത്ത് താമസിച്ചിരുന്നു. വനവാസകാലത്ത് അവർ പാഞ്ചാലിമൊത്ത് ഇവിടെ എത്തിച്ചേരുകയും അതിനാൽ ഈ പ്രദേശം പിന്നീട് പാഞ്ചാലിമേട് എന്നറിയപ്പെടുകയും ചെയ്തു. ഇവിടെ DTPCയുടെ ഒരു ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഈ സിപ്പ് ലൈൻ. നിങ്ങൾ എപ്പോഴെങ്കിലും കുട്ടിക്കാലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു മനോഹരമായ പ്ലേസ് ആണിത്, ഈ പാഞ്ചാലിമേട്. അവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് പരുന്തുംപാറയിലേക്കാണ്. സിനിമാക്കാരുടെയും യാത്രികരുടെയും ഇഷ്ട ലൊക്കേഷനാണ് പരുന്തുംപാറ. കുമളി തേക്കടി റൂട്ടിൽ 13 കിലോമീറ്റർ മാറി പീരിമേടിനടുത്താണ് പരുന്തുംപാറ. പീരിമേട്ടിൽ നിന്നും കല്ലാർ കവലയിലെത്തി വേണം പരുന്തുംപാറയിലേക്ക് എത്താൻ. പെട്ടെന്ന് തന്നെ കാലാവസ്ഥാ മാറ്റം ഉണ്ടാകുന്നത് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പരുന്തുംപാറ എന്ന് പേര് വന്നതിനെപ്പറ്റി ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ട്. ഏരിയൽ വ്യൂവിൽ നിന്ന് നോക്കിയാൽ ഒരു പരുന്ത് പറക്കാൻ ഒരുങ്ങുന്നുവെന്ന രൂപമുള്ളതുകൊണ്ടാണ് പരുന്തുംപാറ എന്ന് പേര് വന്നെന്ന് ചിലർ പറയുന്നു. മറ്റൊരു വശം ഇവിടുത്തെ ശക്തമായ കാറ്റിൽ പരുന്തിന് പോലും പറക്കാൻ കഴിയില്ലെന്നുള്ളതാണ്. അതുപോലെ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു കിടിലൻ സ്ഥലം കൂടിയാണിത് കേട്ടോ.
ഒരു മലയ്ക്ക് ടാഗോർ മല എന്നൊരു പേരുണ്ട് കേട്ടോ. നീട്ടി വളർത്തിയ താടിയുള്ള മഹാകവി ടാഗോറിന്റെ ഏറെ സ്വാമ്യമുള്ള ഒരു പാറയായതുകൊണ്ടാണ് ടാഗോർ മല എന്ന പേര് ഈ മലയ്ക്ക് കിട്ടിയത്. 2007 ജോഷി സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ നസ്രാണി, 2009 ബ്ലെസ്സി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ ഭ്രമരം തുടങ്ങിയ ചിത്രത്തിന്റെ ഏതാനും ഭാഗങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇടുക്കി ജില്ലയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇതുവരെ ഉൾക്കൊള്ളിച്ചിട്ടില്ലെങ്കിലും മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളോട് കടപിടിക്കുന്ന മനോഹാരിത പരുന്തുംപാറയ്ക്കുണ്ട്.